ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹമ്മൂസിന്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഹമ്മൂസിൽ ചേർക്കുന്ന തഹീന സോസും കൂടെ ഇതിലുണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഹമ്മൂസ് ഉണ്ടാക്കാൻ വെളുത്ത കടലയാണ് ആവശ്യം. നമുക്കൊരു 1.5 കപ്പ് കടല എടുക്കാം. ഇനി രാവിലെ ഒന്നും വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എപ്പോഴാണോ ആവശ്യം അതിന്റെ 1 മണിക്കൂർ മുന്നേ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചെടുത്തേക്കുന്നത്. എന്നിട്ട് ഇത് 1 മണിക്കൂറിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്തിട്ട് കുക്കറിൽ ഒരു 5 വിസിൽ വരെ വേവിച്ചെടുക്കുക. അപ്പൊ ഇതാ അങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ള കടലയാണിത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്കിന്നൊക്കെ ഒന്ന് നീക്കി കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള തഹീന സോസ് ഉണ്ടാക്കിയിട്ട് എടുക്കണം. അപ്പൊ ഞാനിവിടെ 3/4 കപ്പ് വെളുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നിങ്ങളെ കയ്യില് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള തഹീന സോസ് ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഇതാ എള്ളൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ചൂടാറുന്നതിന് മുന്നേ തന്നെ പൊടിച്ചെടുക്കുക. ഇനി നമുക്കിത് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ വേണം. അപ്പൊ ഞാനത് 4 ടേബിൾ സ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പകുതി 2 ടേബിൾ സ്പൂൺ ആദ്യം ചേർത്തിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്ന് അതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഒലിവ് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പൊ ഇതാ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ അരച്ചെടുക്കുക. ഇത് നമ്മൾ എത്രയും ചേർത്ത് കൊടുത്താലും ടേസ്റ്റ് ആണ് കേട്ടോ ഹമ്മൂസിലേക്ക്. ഇനി നമുക്കിതാ കടലയിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുക. കൂടുതൽ എരിവ് വേണമെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തന്നെ ഒലിവ് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ സ്കിപ്പായി പോയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള തഹീന സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കും തോറും. പിന്നെ ഞാൻ കടല വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൂടെ ഈ കടലയുടെ അടിയിൽ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇനി അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സി ചൂടാവാതെ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആദ്യം നമുക്ക് 2 ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ജാറിലേക്ക് മാറ്റാം. അപ്പൊ അതായത് കണ്ടില്ലേ, ഇതില് ഒലിവ് ഓയില്, പിന്നെ എന്താ പറയാ തഹീന, തൈര്, പിന്നെ കടലയിൽ ഉണ്ടായിരുന്ന വെള്ളം, ഇതെല്ലാം കൂടി ഐസ് ക്യൂബ്, ഇതെല്ലാം കൂടിയാണ് അരച്ചെടുക്കുന്നത്. നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പൊ ഇത് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് സ്പൂണായിട്ട് ഒന്നത് ഇളക്കി കൊടുത്ത് നോക്കാം. തിക്ക് കൂടുതലാണെങ്കിൽ വീണ്ടും ഐസ് ക്യൂബ് ഇട്ടിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കുക. ഇത് കുറച്ച് അരയാനും ബാക്കിയുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഐസ് ക്യൂബ് ഇട്ടിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കുക. വീണ്ടും 2 ഐസ് ക്യൂബ് കൂടെ ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നതാണിത്. അപ്പൊ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. സ്പൂണായിട്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോ തന്നെ അറിയാൻ കഴിയും. അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇനി ഇത് സ്പൂണ് വെച്ചിട്ട് ഇതുപോലൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ നമുക്ക് ഒലിവ് ഓയിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഒലീവ്സ് അല്ലെങ്കിൽ ഗ്രീൻ ഒലീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പൊ എന്റെ കയ്യിൽ അതൊന്നുമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ആദ്യം കടല വേവിക്കുമ്പോൾ കുറച്ച് ഒരു 1.5 ടേബിൾ സ്പൂൺ കടല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിപ്പോ അതാണ് ഓരോന്നും ഇട്ട് കൊടുക്കുന്നത്. ഇനി തഹീന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എള്ള് വറുത്തപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടെ മീതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊന്ന് മുളക് പൊടി മീതെ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ അരക്കുന്ന ടൈമിൽ നാരങ്ങാനീര് ചേർക്കാൻ മറക്കരുത്. എൻ്റെ അടുത്ത് ആ വീഡിയോ ഡിലീറ്റ് ആയി പോയതാണ്. അതുണ്ടെങ്കിലാണ് നമുക്ക് ഹമ്മൂസിന് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ ഇതാ നമ്മുടെ ഹമ്മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ കൂടെ കഴിക്കാനുള്ള കുബൂസും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.